ഇന്നലത്തെ നമ്മുടെ യാത്ര ഗംഭീരമായിരുന്നില്ലേ? വളരെ വലിയ യാത്രയൊന്നും ആയിരുന്നില്ല. വളരെ ഈ ചെറിയ ഒരു എന്താ പറയുക റിവ്യൂ പറയുന്നതിന് വേണ്ടി ചെറിയൊരു റോഡിലൂടെ, ഒരു മലഞ്ചെരുവിലൂടെ, നമ്മുടെ സൈലൻറ്റ് വാലിയിലൂടെ നടത്തിയ ഒരു പരിപാടിയായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ ആ വീഡിയോയുടെ ഒരു തുടർച്ചയെന്നോണം കുറച്ചധികം കാര്യങ്ങൾ ഒരു കഥ പോലെ പറഞ്ഞു പോകാനാണ് ശ്രമിക്കുന്നത്. റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 350 തന്നെയാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. ഇതിൻ്റെ ആ മെറ്റൽ ഫിനിഷും ക്ലാസിക് ഡിസൈനും ഈ റോഡിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു പ്രസൻസും ഒക്കെ ഉണ്ടല്ലോ, അത് മറ്റൊരു ബൈക്കിനും നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഇരിക്കുമ്പോഴുള്ള ഒരു കംഫർട്ടാണെങ്കിലും ഇപ്പോൾ അത് ഹൈവേകളിൽ മണിക്കൂറുകളോളം മടുപ്പില്ലാതെ യാത്ര ചെയ്യാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ലോക്കൽ റൈഡിനാണെങ്കിലും ലോങ് ഡ്രൈവിനാണെങ്കിലും ഒരുപോലെ നമുക്ക് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബൈക്കായിട്ട് ഈ ഭീമനെ കാണാം. കുറച്ച് അധികം കനമുണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹൃദയമിടിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോ ആൻഡ് ടോർക്ക് ഈ എൻഫീൽഡിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണിത്. ഗിയർ മാറ്റാതെ തന്നെ ട്രാഫിക്കിലും മലനിരകളിലും ഇത് കുതിച്ചു പാഞ്ഞോളും. വൈബ്രേഷൻസ് പണ്ടേ അപേക്ഷിച്ച് ഒത്തിരി കുറഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ റൈഡ് സ്മൂത്തുമാണ്. അതേസമയം ആ പഴയ ഗാംഭീര്യം നഷ്ടപ്പെട്ടിട്ടുമില്ല അല്ലേ. വളവുകളിൽ ഈ ബൈക്ക് തരുന്ന കോൺഫിഡൻസ് എടുത്തു പറയേണ്ട ഒരു അടിപൊളി സംഭവമാണ്. ഇതിൻ്റെ വെയിറ്റ് ആദ്യം തുടക്കക്കാർക്ക് ചെറിയൊരു പേടി ഉണ്ടാക്കുമെങ്കിലും റോഡിൽ നല്ല ഗ്രിപ്പും സ്റ്റെബിലിറ്റിയും ഒക്കെ നൽകുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ അത് കൂടുതൽ ഷാർപ്പാണ്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും നമുക്ക് പരിപൂർണ നിയന്ത്രണമുണ്ട്. ഈ വേഗതയെ പ്രണയിക്കുന്നവർക്കുള്ളതല്ല ഈ ബൈക്ക് കേട്ടോ. അത് നമ്മൾ ഓരോ വീഡിയോയിലും സാധാരണഗതിയായി പറയാറുണ്ട്. മറിച്ച് ഓരോ കിലോമീറ്ററും ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്. അതേപോലെ ഇപ്പോൾ ലോക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ബൈക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നതും ഇപ്പോൾ സാധാരണമായിട്ട് നമ്മൾ കാണുന്നു. ആ കാഴ്ചപ്പാടോടുകൂടി നമുക്ക് ഇത്തരം ഒരു റിവ്യൂവിനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തോന്നിയേക്കാം. അപ്പം ഒരു ഐതിഹ്യം അല്ലേ ഇന്നും പുതുമയോടെ തുടരുന്നു എന്നാണ് നമുക്ക് പറയാനാവുക. എന്തായാലും ബൈക്കിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ ശബ്ദത്തിൽ ഈ പറയുന്ന വന്നിട്ടുള്ള മാറ്റം അതും കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടി വരും. കാരണം എൻജിൻ സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ എന്താ പറയുക വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളതായിട്ട് തോന്നാം. എന്തായാലും കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ തന്നെയാണ് ഞാനും താല്പര്യപ്പെടുന്നത്. കുറച്ചുകൂടെ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഡിസൈനിലേക്ക് നോക്കൂ. ബുള്ളറ്റിൻ്റെ പഴയ തനിമ നിലനിർത്താൻ കമ്പനി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലേ? ആ കടുപ്പമേറിയ മെറ്റൽ ബോഡി, സിഗ്നേച്ചർ ഹാൻഡ് പെയിൻറ്റഡ് പിൻ സ്ട്രൈപ്പ്, ആ ഗോൾഡൻ സ്ട്രിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പിന്നെ ആ ക്ലാസിക് ടിയർ ഡ്രോപ്പ് ഫ്യുവൽ ടാങ്ക്. പുതിയ മോഡലിൽ ഡിജിറ്റൽ മീറ്ററിലൊന്നും പ്രതീക്ഷിക്കേണ്ട, കാരണം ബുള്ളറ്റ് എപ്പോഴും സിമ്പിൾ ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ചെറിയൊരു LCD ഡിസ്പ്ലേ ഇപ്പോൾ ഫ്യുവൽ ഗേജ് കാണിക്കാൻ നൽകിയിട്ടുമുണ്ടല്ലോ. എന്തായാലും ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്കിതൊക്കെ കൃത്യമായി കാണാനാവുമല്ലോ. ഇതിൻ്റെ ഹൃദയമിടിപ്പിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസിക് 350യിലും ഹണ്ടറിലും കാണുന്ന അതേ 349cc എയർ ഓയിൽ കൂൾഡ് J സീരീസ് എഞ്ചിനാണ് ഈ ഒരു മെഷീനിലും അല്ലേ. ഇതിൻ്റെ പവർ വരുന്നത് 20.2 bhp 6100 RPMലും ടോർക്ക് വരുന്നത് 27 ന്യൂട്ടൺ മീറ്റർ 4000 RPMലും എന്ന തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ പഴയ എഞ്ചിനെ അപേക്ഷിച്ച് വൈബ്രേഷൻസ് ഏകദേശം പൂർണ്ണമായും ഇല്ലാതായി എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഇത് നമ്മൾ പലതവണ ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും കിക്കർ സ്റ്റാർട്ട് ഇപ്പോൾ ലഭ്യമല്ല, പകരം സെൽഫ് സ്റ്റാർട്ട് മാത്രമാണുള്ളത്. അതിൽ യാതൊരു ഭയവും വേണ്ട നമുക്ക്. കാര്യം ഞാൻ ഈ പറയുന്ന 2016 ക്ലാസിക് 350യുടെ സെൽഫ് സ്റ്റാർട്ട് മാത്രമാണ് ഉപയോഗിച്ചത്. ഒരൊറ്റ തവണ പോലും 5 വർഷത്തിനകത്ത് കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. അപ്പം കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു താളം, വികാരം എന്നൊക്കെ പറയുന്നത് ഇന്ന് അതിനൊന്നും വലിയ സ്ഥാനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതേപോലെ തന്നെ ബുള്ളറ്റിൻ്റെ ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു രാജാവ് അല്ലേ എഴുന്നള്ളുന്നു റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ.
ഇതൊക്കെ ആലങ്കാരികമായിട്ട് പറയുന്നതാണെങ്കിൽ പോലും ഇതിന് കുറച്ചധികം എന്താ പറയുക കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കി പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഹൈവേകളിൽ 80-90 കിലോമീറ്റർ വേഗതയിൽ വളരെ റിലാക്സ്ഡായി പോകാൻ ബുള്ളറ്റിന് കഴിയും. ഇതിൻ്റെ സിറ്റിംഗ് എന്താ പറയുക പോസ്ചർ എന്ന് പറയുന്ന സംഭവം അപ്രൈറ്റ് പൊസിഷനാണ്. ദീർഘദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മളിത് ചർച്ച ചെയ്തിട്ടുണ്ട്. സിറ്റി ട്രാഫിക്കിൽ വണ്ടിയുടെ ഭാരം 195 കിലോമീറ്റർ കുറച്ചൊന്ന് പ്രയാസപ്പെടുത്തിയേക്കാം. പക്ഷേ 1-2 ദിവസം ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ശീലമാകും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേപോലെ തന്നെയാണ് മൈലേജ്. പലർക്കും അറിയേണ്ട ഒരു കാര്യമാണ് മൈലേജ്. സിറ്റിയിൽ ഏകദേശം 35 കിലോമീറ്റർ പെർ ലിറ്ററും ഹൈവേയിൽ 38 മുതൽ 40 കിലോമീറ്റർ വരെയും പ്രതീക്ഷിക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ ചോദ്യോത്തര വേദിയിൽ ആ ചോദ്യോത്തര വേളയിൽ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഒരു വീഡിയോ ചെയ്തതിൽ കൃത്യമായി പറഞ്ഞിരുന്നു, നിങ്ങൾ വണ്ടി എടുത്ത് കൊണ്ടുവന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് മൈലേജ് കിട്ടില്ല. മിനിമം 12,000 കിലോമീറ്ററെങ്കിലും ഓടുമ്പോഴാണ് വണ്ടി ഒന്ന് സെറ്റ് ആവുക. പിന്നെ അത് രണ്ടാമത്തെ സർവീസ് 5,000 സർവീസിലേക്ക് പോകുന്നതോടുകൂടി പൂർണ്ണമായ ഒരു മൈലേജ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. അത് ഇത്തരത്തിലാണ് 35 മുതൽ 40 വരെയും 40 മുതൽ 45 വരെയുമുള്ള മൈലേജാണ് ബുള്ളറ്റ് അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുക 350യിൽ നിന്ന് കേട്ടോ. അപ്പം എല്ലാ മെഷീനും എന്ന പോലെ ചില പോരായ്മകളും ഈ വണ്ടിക്കുണ്ട്. ഭാരം കൂടുതൽ തന്നെയാണ്. അപ്പോൾ അത് പെട്ടെന്നുള്ള വെട്ടിത്തിരിയലുകൾക്കൊന്നും ബുള്ളറ്റ് കൊണ്ട് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു 6 അടിയിൽ കൂടുതലൊക്കെ ഉയരമുള്ള ആളാവണം. അതുപോലെ വണ്ടി എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ക്രോം ഭാഗങ്ങളിൽ തുരുമ്പ് വരാനും സാധ്യതയുണ്ട്. ഓരോ 5,000 കിലോമീറ്ററിലും കൃത്യമായ സർവീസ് നൽകിയാൽ ബുള്ളറ്റ് നിങ്ങളെ ഒരിക്കലും പറ്റിക്കില്ല കേട്ടോ. സർവീസ് ചെലവ് മറ്റ് ബൈക്കുകളെ അപേക്ഷിച്ച് അല്പം കൂടുതലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എൻജിൻ ഓയിലും അതേപോലെ മറ്റ് ഈ ലൂബ്രിക്കേഷനും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് അതാത് സമയങ്ങളിൽ വളരെ അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഒരു 200 കിലോമീറ്ററെങ്കിലും ഓടുമ്പോൾ നമ്മൾ ഇതേപോലെ ചെയിൻ ലൂബ് ചെയ്യുന്നത് നല്ലതാണ്. അത് ഗിയറുകൾ കറക്റ്റായിട്ട് വീഴുന്നതിനും മറ്റുമൊക്കെ വണ്ടി ഓടിക്കുന്നതിന് സുഖകരമായ ഒരു കംഫർട്ട് നൽകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് ബുള്ളറ്റ് വാങ്ങേണ്ടത്? ഈ സ്പീഡ് ഇഷ്ടപ്പെടുന്നവർക്കോ ടെക്നോളജി ഇഷ്ടപ്പെടുന്നവർക്കോ ഉള്ളതല്ല ഈ വണ്ടി. മറിച്ച് റൈഡിങ്ങിലെ ആ പഴയ ഗാംഭീര്യം ആഗ്രഹിക്കുന്നവർക്കും ഒരു ഫീൽ ഗുഡ് റൈഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ബുള്ളറ്റ് 350 എന്നൊരു മികച്ച ചോയ്സ് തന്നെ, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ നിങ്ങളിൽ എത്ര പേർ ബുള്ളറ്റ് പ്രേമികളാണ്? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം മറ്റ് വിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ നമുക്കിവിടെ സ്ഥിരമായിട്ടുണ്ടല്ലേ. അപ്പം പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് പുതിയ ബുള്ളറ്റിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് എയർ കൂൾഡ് എഞ്ചിനാണ്, എയർ കൂൾഡ് ഓയിൽ എഞ്ചിൻ അല്ലേ. ബുള്ളറ്റ് 350ൽ ഉപയോഗിക്കുന്നത് എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. അതായത് വണ്ടി ഓടുമ്പോൾ തട്ടുന്ന കാറ്റാണ് എഞ്ചിൻ തണുപ്പിക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഠിനമായ ട്രാഫിക്കിൽ വണ്ടി കുടുങ്ങിക്കിടക്കുമ്പോഴൊക്കെ എഞ്ചിൻ അല്പം ചൂടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കൃത്യമായ ഇടവേളകളിൽ നമ്മൾ സർവീസ് ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എഞ്ചിൻ ഓയിൽ ചൂടാകുന്നതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളൊരു പുത്തൻ ബുള്ളറ്റാണ് വാങ്ങിയതെങ്കിൽ ആദ്യത്തെ 1000-2000 കിലോമീറ്റർ വരെ എഞ്ചിൻ പെട്ടെന്ന് ചൂടാകുന്നത് കാണാം. എഞ്ചിനകത്തെ ഭാഗങ്ങൾ തമ്മിൽ തേഞ്ഞ് പാകമാകുന്ന ഒരു ബെഡിങ് ഇൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണിത്. ആ ഒരു സമയം ആദ്യത്തെ സർവീസിന് ശേഷം ഈ പ്രശ്നം വലിയ രീതിയിൽ കുറയുന്നത് നമുക്ക് കാണാം. എന്തായാലും എഞ്ചിൻ ഓയിൽ കുറവാണെങ്കിൽ വണ്ടി അമിതമായി ചൂടാകും. ഇത് കൃത്യസമയത്ത് പരിശോധിച്ച് ഓയിൽ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഇപ്പോൾ ട്രാഫിക്കിൽ ലോ ഗിയറിൽ വണ്ടി അമിതമായി ആക്സിലറേറ്റ് ചെയ്യുന്നതും ഒഴിവാക്കുക. ഇത് ചൂട് കൂടാൻ കാരണമാകും. അതേപോലെ തന്നെ ഡാഷ്ബോർഡിലെ എഞ്ചിൻ ഇൻഡിക്കേഷൻ ലൈറ്റ് തെളിയുന്നുണ്ടെങ്കിൽ മാത്രം പേടിച്ചാൽ മതി. അല്ലാത്ത പക്ഷം ബുള്ളറ്റിൽ അനുഭവപ്പെടുന്ന ആ ചൂട് അതിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ UC എഞ്ചിൻ അപേക്ഷിച്ച് പുതിയ J സീരീസ് എഞ്ചിൻ വളരെ മികച്ച രീതിയിൽ ചൂട് നിയന്ത്രിക്കുന്നുണ്ട്. ലോങ് റൈഡുകളിൽ പോലും കാലിന് അസഹനീയമായ ചൂട് അനുഭവപ്പെടാറില്ല എന്നതാണ് സത്യം. ആരാണ് ബുള്ളറ്റ് വാങ്ങേണ്ടത്? റിലാക്സ്ഡ് റൈഡിംഗ് ഇഷ്ടപ്പെടുന്നവർ, തിരക്കില്ലാതെ റോഡിലെ കാഴ്ചകൾ ആസ്വദിച്ച് 70-80 കിലോമീറ്റർ വേഗതയിൽ ക്രൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ബുള്ളറ്റ് വാങ്ങുന്നതാണ് അഭികാമ്യം. ഓക്കെ, ഗുഡ് ബൈ.